ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അൽഫാന എയർ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നിങ്ങളെല്ലാവരും കുറേ നാളായിട്ട് കാത്തിരുന്ന ഞാനൊരു 3-4 ആഴ്ചയായിട്ട് നിങ്ങളെ വലിച്ചു നീട്ടി കൊണ്ടുപോയ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്ക് ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് സൂട്ടാവുന്ന രീതിയിൽ ഇടുക എന്നുള്ള രീതിയിലാണ് എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ആ ചേച്ചി അവിടെ മിറ്റടിക്കുന്നുണ്ട്, റോട്ടിൽ കൂടെ വണ്ടി പോകുന്നുണ്ട്, ഈ ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും, കിളികൾ നല്ല സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് സൗണ്ടിൻ്റെ പ്രശ്നം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടിട്ട് ചൂടത്താണ് നിൽക്കുന്നത്. ഈ റിംഗ് ലൈറ്റിൻ്റെ നല്ല ചൂടടിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കാര്യമാക്കുന്നില്ല. വീഡിയോ എടുക്കാനായിട്ട് പോവാണ്, കാരണം നമുക്ക് ലൈറ്റ് പോകുന്നതിന് മുമ്പ് വീഡിയോസ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്സിൻ്റെ വീഡിയോസ് ഇട്ടതിലൊക്കെ എനിക്ക് സ്യൂട്ടാവാത്ത ഷെയ്ഡ്സ് ഇടുന്നത് എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയാണ് ഇന്ന് വരുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ എല്ലാവർക്കും ചേരുന്ന കൈൻഡ് ഓഫ് ലിപ് ഷെയ്ഡ്സിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടത് ലാക്മേയുടെ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ വീഡിയോസ് നിങ്ങൾ കാണാത്തതാണെങ്കിൽ പോയി കാണുക. പിന്നെ ഞാൻ ഓരോ എൻ്റെ കയ്യിലുള്ള ഓരോ ലിപ്സ്റ്റിക്കിൻ്റെയും ഷോർട്സ് ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടാകും. നിങ്ങൾക്ക് അതൊക്കെ കാണണമെങ്കിൽ പോയി കാണുക. പോയി കണ്ടാൽ എനിക്ക് വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടും. വാച്ച് അവറും വ്യൂസും കൂടും, സബ്സ്ക്രൈബേഴ്സ് കൂടിയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ കുറേ നാൾ നിങ്ങളെ പറഞ്ഞ് പറ്റിച്ചൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. ആരും ഒന്നും വിചാരിക്കരുത്. വീഡിയോ എടുക്കണോ എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ മടിയാണ് മെയിൻ. കാരണം വർക്കിംഗ് ആണ്. വർക്ക് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നു കഴിയുമ്പോൾ പിന്നെ വീട്ടിലെ പണികളൊക്കെ തീർത്തൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ മടിയായി. പിന്നെ എവിടെയെങ്കിലും കിടന്നാൽ മതി. പിന്നെ കുറച്ച് നേരം നിസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങനെ പോകും. കുറച്ച് കാര്യങ്ങൾ വീട്ടുപണിയൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അപ്പം നമുക്ക് ശനി ഞായറും കിട്ടുമ്പോൾ ഞാൻ ഓർക്കും ഇനി എന്തായാലും വീഡിയോ എടുക്കും. മടി പിടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കും. ഇനിയിപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഇടാനായിട്ട് ശ്രമിക്കാം. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, മനഃപൂർവ്വം പറ്റാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഞാൻ കൂടുതൽ വളവള സംസാരിച്ച സമയം കളയുന്നില്ല. ഞാൻ ഫ്രണ്ടിൽ മിറർ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കും. ലിപ്സ്റ്റിക് ഇടുന്ന സമയത്ത് നമുക്കൊരു സപ്പോർട്ട് വേണമല്ലോ. സോ നമുക്ക് സ്വാച്ചസ് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ആളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത്. കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ആ ഷെയ്ഡിനെ ഞാൻ പെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലിപ് ലൈനറുമായിട്ടാണ്. അപ്പോൾ ഞാൻ ഇവർ രണ്ടുപേരും എങ്ങനെയാണ് ഒത്തുപോകുക എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ലിപ് ലൈനറായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലിപ്സ്റ്റിക്സൊക്കെ സ്യൂട്ടാകും. സോ ഫസ്റ്റ് സ്വാച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ലിപ് ലൈനർ, ചെറിയൊരു മിറർ ഞാൻ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഒന്നിങ്ങനെ ഡോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനെപ്പോഴും താഴെയാണ് കേട്ടോ തുടങ്ങാറ്. എനിക്ക് താഴെയാണ് ഇഷ്ടം. അയ്യോ, പിന്നെ ഈ വരയ്ക്കുന്ന സമയത്ത് അങ്ങനെ പെർഫെക്റ്റായിട്ട് ചിലവർക്ക് ഇങ്ങനെ വരച്ച് പോകുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കങ്ങനെ വരാറില്ല. എനിക്ക് ചെറിയ ഏറ്റക്കുറവിലൊക്കെ സംഭവിക്കാറുണ്ട്. ഞാൻ ഈ ഇടുമ്പോൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ അല്ലേ? നന്നായിട്ട് ഇട്ടെടുക്കണം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എങ്ങനെ നിൽക്കാം. പിന്നെ മുഖത്ത് ഇവിടെയൊക്കെ കുറേ കുരുക്കളൊക്കെ വന്നിട്ടുണ്ട്. പീരിയഡ്സ് വന്നതിൻ്റെയാണ്. അടിപൊളിയായിരുന്നു. ഇത്തവണ പീരിയഡ്സ് വന്നിട്ട് എന്താണെന്നറിയാൻ പാടില്ല, മുഖം മുഴുവനും കുരുവന്നു, തരുതരൂന്ന് കുഞ്ഞി പുട്ട് കുരുക്കളില്ലേ അത്. പിന്നെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ഇരിക്കുമല്ലോ. സോ ഇപ്പം ഞാനിത് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. സോ കോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണേ. ഓക്കെ, ഇവിടെ ഇത്തിരി പൊങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട്. വല്ലാതെ വേർക്കുന്നു ഞാൻ. ഓവറായിട്ട് ഇടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഭയങ്കര വേർക്കലാണ്. സോ ഇങ്ങനെ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ആ മേളിൽ ഇങ്ങനെ വരച്ചു കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പിന്നെ ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെ ഒന്ന് മറഞ്ഞ് കിട്ടണമല്ലോ. ഞാനിങ്ങനെ വർത്താനം പറഞ്ഞ് അടച്ചു വരിച്ച് പറയണ എന്താ,
ഓക്കെ, നമുക്ക് ഇങ്ങനെ ഇതായിട്ടൊന്ന് മറിഞ്ഞ് കിട്ടണമല്ലോ. സോ ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ട് ചുങ്കുടിച്ചി. ഓക്കെ, ജസ്റ്റ് ഡു ഇറ്റ് ലൈക്ക് ദിസ് അഗൈൻ. ഓക്കെ, ലൈറ്റ് ഇവിടെയാണ് ഞാൻ വെച്ചിരുന്നത്. എനിക്ക് എപ്പോഴും ആ സൈഡാണ് വശം. ഞാൻ ലൈറ്റ് പിന്നെ എന്താ ഇവിടെ വെച്ചാവോ. നോക്കൂ ഗൈസ്, ഇപ്പം എനിക്കിത് വാഷ് ഔട്ട് ചെയ്യുന്നില്ല. കണ്ടോ കണ്ടോ? പാട്ടൊക്കെ പാടുക. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കൂ, ഞാൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? കണ്ടോ? ഇപ്പം നമുക്ക് നമ്മുടെ ആ ഒരു വിള്ളാമ്പിച്ചിരുന്ന ആ ഒരു കോലം ഉണ്ടായിരുന്നല്ലോ, മീൻസ് വാഷ് ഔട്ട് ചെയ്യുന്ന ആ ഒരു പ്രശ്നം, അത് മാറിക്കിട്ടി. വളരെ ലൈറ്റായിട്ട് ഇടുക. പിന്നെ നമ്മൾ ഈ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ലിപ്പ് ലൈനർ വെച്ചിട്ട്, ഇത് കുഞ്ഞെടുക്കുമ്പോൾ മുഖം ഒരുമാതിരി ആവുന്നുണ്ടല്ലേ, അത് ഞാൻ മാറ്റാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഈ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കോഫി എന്ന് പറയുന്ന ഷെയ്ഡ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഈ ഒരു ഷെയ്ഡ് നല്ല രീതിയിൽ വാഷ് ഔട്ട് ആവുമായിരുന്നു. പക്ഷെ ഇപ്പം എന്ത് ഭംഗിയാന്ന് നോക്കൂ, ഇപ്പം എനിക്ക് ചേരുന്ന ഒരു ന്യൂഡ് ഷെയ്ഡായില്ലേ. പിന്നെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ചുറ്റും ഇത്തിരിയും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് അങ്ങനെ വരുന്നത് ഇഷ്ടമായതുകൊണ്ട്, നിങ്ങൾക്കത് അങ്ങനെ ഡാർക്ക് ഷെയ്ഡായിട്ട് വരുന്നത് ഇഷ്ടമല്ല എന്നാണെങ്കിൽ നിങ്ങൾക്കത് മാറ്റാം. നിങ്ങൾക്ക് കുറച്ച് വരച്ചിട്ട് ചെയ്യാം. എനിക്ക് പക്ഷേ ഇങ്ങനെ ഒരു ഡബിൾ ഷെയ്ഡായിട്ട് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സൈഡ്. എൻ്റെ നാക്കും ഞാനും തമ്മിൽ കുറേ ദിവസങ്ങളായി, കുറേ മാസങ്ങളായി തുടങ്ങിയിട്ട് ഇതുവരെ ശരിയായിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഷെയ്ഡിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഞാൻ അത് തുടച്ച് കളഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ അടുത്തതാണ്. ഇത് വന്നിട്ട് ചോക്കോ ബാറാണ്. ചോക്കോ ബാർ എന്ന് പറയുന്ന ഷെയ്ഡും നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ചോക്കോ ബാറും ഡാർക്ക് ചോക്ലേറ്റും. ഞാൻ അത് കാറ്റഗറി ഒക്കെ കറക്റ്റായിട്ട് പറയണമല്ലോ അല്ലേ. സ്വിസ് ബ്യൂട്ടിയുടെ ബോൾഡ് മെയ്റ്റ് ലിപ്പ് ലൈനേഴ്സിൽ വരുന്ന ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്ന ഷെയ്ഡും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ സ്റ്റേ ഓൺ ലിപ് ക്രയോൺ എന്ന് പറയുന്നതിൽ 23 ചോക്കോബാർ, ഈ 2 ഷെയ്ഡുമാണ് ഞാനിപ്പോൾ ഇട്ട് കാണിക്കാനായിട്ട് പോകുന്നത്. ഇതെനിക്ക് വലിയ രീതിയിൽ വാഷ് ഔട്ടിങ് അല്ല, എന്നാലും വാഷ് ഔട്ടിങ് ആണ്. സോ തുടക്കട്ടെ, കണ്ണാടി എന്തോ പോലെ ഞാൻ ഔട്ട്ലൈൻ ചെയ്യുകയാണേ. ഇവിടെ എപ്പോൾ വരച്ചാലും കയറിപ്പോകും, അതെന്താണാവോ. പിന്നെ നമ്മളിങ്ങനെയൊക്കെ വരച്ച് നോക്കിയിട്ടിട്ട് ഓവറായിട്ട് ഇത് ചെയ്യാനായിട്ട് നിൽക്കരുതേ. ബാങ്ക് വിളിക്കണം, ഞാൻ ബാങ്ക് വിളിച്ചിട്ട് വരാം. ഓക്കെ, അപ്പം ബാങ്ക് വിളിച്ച് കഴിഞ്ഞു കേട്ടോ. ബാങ്ക് വിളിക്കുമ്പോൾ ഞാൻ തട്ടുവിടാതെയുള്ള വീഡിയോ എടുക്കുന്നത്. അപ്പം ഞാൻ തട്ടുവിടാൻ വേണ്ടിയിട്ട് പോയതാണ്. തട്ടുവിടാത്ത വേറൊന്നും കൊണ്ടല്ല, നമ്മളങ്ങനെ തലയൊന്നും കാണിക്കുന്നില്ലല്ലോ, ആകെ ഇത്രയല്ലേ കാണുന്നുള്ളൂ. പിന്നെ ഇത്രയും കാണിക്കുന്ന കൊടുത്ത് നമ്മളിനി തട്ടം കൊണ്ട് ഇട്ട് വെച്ചാൽ നമ്മളിങ്ങനെ മൂടിപ്പോച്ചിരിക്കുന്ന പോലെ തോന്നും. ഇതിപ്പോൾ എൻ്റെ മുടിയൊന്നും അങ്ങനെ കാണുന്നൊന്നുമില്ലല്ലോ, എന്നെ മാത്രമല്ലേ കാണുന്നുള്ളൂ. ഓക്കെ, സോ ഞാൻ ലിപ്പ് ലൈനർ വരച്ചു. പിന്നെ എൻ്റെ നഖമൊന്നും ഒരു കാര്യമാകണ്ട. പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഞാൻ നഖം വെട്ടിയിട്ടില്ല, കുളിച്ചിട്ടുമില്ല. കുളിക്കേണ്ട സമയമാവുന്നേ ഉള്ളൂ. ഓക്കെ, വേറൊന്നുമല്ല, എനിക്കിങ്ങനെ നഖം ഒരുപാട് ഞാനിങ്ങനെ ചേർത്ത് വെട്ടില്ല. കുറച്ച് നഖം ഞാൻ വയ്ക്കും, കാരണം എൻ്റെ സ്കിൻ ഇത്തിരി ഇങ്ങനെ പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ടൈപ്പാണ്. അപ്പം ഞാൻ നഖം കംപ്ലീറ്റ് ഇങ്ങനെ പറ്റേ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എവിടെയും തൊടാൻ പറ്റില്ല. എനിക്ക് പല്ല് പുളിക്കും, എനിക്ക് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും. മുടിയുമേ ഒന്നും ഡ്രസ്സുമേ ഒന്നും തൊടില്ല, ഞാൻ കൈ തൊടേയില്ല, ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുള്ളൂ. എനിക്ക് അങ്ങനെയാണ്. അപ്പം ഞാൻ കുറച്ച് നഖം വച്ചിട്ടാണ് നഖം വെട്ടാറ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളരും. ഞാൻ പിന്നെയും കുറയ്ക്കും, പിന്നെയും വളരും. അതെനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുള്ളതാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിൽ അഴുക്കൊന്നും ഇരിക്കാനായിട്ട് സമ്മതിക്കാറില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തന്നെ കൊണ്ടു നടക്കും. ഓക്കെ, അപ്പോൾ
നമ്മൾ എന്ത് ചെയ്തു, ലിപ്പ് ലൈനർ വരച്ചു കേട്ടോ. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഓക്കെ, ലിപ്പ് ലൈനർ താഴെ പോയി. അയ്യോ, ഇത് ഒടിഞ്ഞു ഗൈസ്. വീണ്ടും ഷാർപ്പ് ചെയ്യട്ടെ. സോ നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഷാർപ്പനർ ഉണ്ട് കേട്ടോ, ഷാർപ്പ് ചെയ്യാനായിട്ട്. ഇത് സെപ്പറേറ്റ് വാങ്ങണം, ഇതിൻ്റെ ഒപ്പം കിട്ടത്തൊന്നുമില്ല. ഞാൻ സെപ്പറേറ്റാണ് വാങ്ങിയത്. സെപ്പറേറ്റ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങും. ഇതെന്തെങ്കിലും ഒടിഞ്ഞു പോണേ എന്ന് മാത്രം എനിക്കറിയാമില്ല. എനിക്ക് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട്. സോ ഞാൻ അത്രയും വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. അയ്യോ, മഴ കൊറ്റടിച്ചു തൊട്ടാതെടി മുത്തെടുത്ത്. ഇവർ രണ്ടുപേരെ നിങ്ങൾ വാങ്ങിക്കണം എന്നില്ല കേട്ടോ, ഏതെങ്കിലും ഒരാൾ വാങ്ങിയാൽ മതി. നിങ്ങൾക്ക് കാണുമ്പോൾ പേഴ്സണലി കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടത് ഏതാണോ അവരെ നിങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, കൂടുതലൊന്നും ചെയ്യാനുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു സൈഡിൽ മാത്രമേ വെട്ടുള്ളൂ, ഒരു സൈഡിലോട്ട് വെട്ടമില്ല. അമ്മ അമ്മ അമ്മ. I really love this. കണ്ടോ, രണ്ടുപേരും നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് നിങ്ങൾ വാങ്ങിക്കുക. നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ അറിയാമല്ലോ എനിക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നുന്നത് ഏതാണ്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ് ഏതാണ് അത് നോക്കി നിങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ചോക്കോബാർ. നേരത്തെ ഞാൻ ഇട്ടത് പ്രീവിയസ് വൺ എന്ന് പറയുന്നത് ഏതായിരുന്നു, കോഫി. ഇത് രണ്ടും സ്വിസ് ബ്യൂട്ടിയുടെ സ്റ്റേ ഓൺ ലിപ്പ് ക്രയോണിൽ വരുന്നതാണ്. 23 ചോക്കോബാറും 22 കോഫിയാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. കോഫി. സോ സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ബോൾഡ് മൈറ്റ് ലിപ് ലൈനേഴ്സിൽ വരുന്ന ഷെയ്ഡ് നമ്പർ 12 ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കൂടെ ലിപ് ലൈനറായിട്ട്. ഇപ്പം എനിക്കിത് വാഷ് ഔട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം. എനിക്ക് ഈ ഷെയ്ഡ്സ് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നമ്മളൊരു നാച്ചുറൽ ഇപ്പോൾ എവ്രി ഡേ ഷെയ്ഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ ചുണ്ടങ്ങനെ ചുമന്നിരിക്കില്ല. കൊള്ളാം. പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ ഷെയ്ഡ്സിനേക്കാളും എനിക്കിഷ്ടം റെഡ് ഷെയ്ഡുകളാണ്. ഐ ആം എ റെഡ് ഷെയ്ഡ് പേഴ്സൺ. എനിക്ക് റെഡ് ലിപ്സ്റ്റിക്സിനോടാണ് ഇഷ്ടം കൂടുതൽ. പിന്നെ ഞാൻ എല്ലാ ഷെയ്ഡും ഇട്ട് നോക്കാറുണ്ട്, അത്ര തന്നെ. സോ ഈ വീഡിയോസ് കാണുന്നവർ ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് മറക്കരുത്. ഇതിപ്പോൾ നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് ചേരാത്ത വേറെ കുറേ ഞാനിവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോ ഇതേ ഡ്രസ്സിൽ ഇതേ കോസ്റ്റ്യൂമിൽ ഇതേ ലുക്കിൽ ഇപ്പം തന്നെയാണ് എടുക്കുന്നത്. പക്ഷേ 2 ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നേ ഉള്ളൂ. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ലെങ്ത്ത് കൂടിപ്പോകും. അതുകൊണ്ടാണ്. ഇത് തന്നെ ഏകദേശം ഒരു 8 മിനിറ്റോളം ഇത് തന്നെ ഉണ്ടാവും. ചിലപ്പോൾ 10 മിനിറ്റ് ഉണ്ടാകും. എനിക്ക് തോന്നുന്നുണ്ട് 10 മിനിറ്റ് ഉണ്ടെന്ന്. അതെ, 10 മിനിറ്റിലും കൂടാനാണ് സാധ്യത. സോ നെക്സ്റ്റ് വീഡിയോ ഞാൻ നാളെ ഇടുന്നതായിരിക്കും. നാളെ കഴിഞ്ഞിട്ട് മറ്റന്നാൾ എനിക്കിഷ്ടമുള്ളപ്പോഴേക്കും തന്നെ ഇടുന്നതായിരിക്കും. എന്തായാലും ഇന്ന് തന്നെ ഞാൻ വീഡിയോ എടുക്കും, എഡിറ്റ് ചെയ്യും. ഇന്ന് ഈ വീഡിയോ ഇട്ടിരിക്കും. അയ്യോ, ഓക്കെ. അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് കാണാമല്ലോ അല്ലേ. ഇങ്ങനെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഇടാനായിട്ട് പറ്റും. പോയി വാങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. ലോങ് ലാസ്റ്റിംഗ് ആണ്. അത് പറഞ്ഞില്ല. 4 to 5 hours വരെ ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മൾ ലിപ്പിനെ മോയ്സ്ചറൈസ് ചെയ്തിട്ട് വേണം കേട്ടോ ഇതിടാനായിട്ട്. ഇതൊക്കെ അത്യാവശ്യം മാറ്റ് ഫിനിഷൊക്കെ തരുന്ന ലിപ് ക്രയോൺസ് ആണ്. ഇങ്ങനെ ക്രീമി ആയിട്ട് ഇരിക്കില്ല. സോ നിങ്ങളെല്ലാവരും ലിപ്സ്റ്റിക്ക് മോയ്സ്ചറൈസർ ഇടാനായിട്ട് മറക്കരുത്. മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ലിപ്പ് ലൈനർ വരയ്ക്കുക. ലിപ്പ് ലൈനർ വരച്ചതിന് ശേഷം ഇതിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.